പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വീക്ഷണമുള്ള രണ്ട് സംഘടനകളാണ്. ഇവർ രണ്ടുപേരുടെയും ഈ രണ്ട് സംഘടനകളുടെയും ബഹുജന അടിത്തറ വിപുലീകരിക്കുന്നതിന് സഹായകമായ പ്രത്യയശാസ്ത്ര അഴിച്ചുപണിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ മർഹൂം ഖായിദെ മില്ലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗലാന സയ്യിദ് അബുൽ അഅല മൗദൂദിയും ഇവർ രണ്ടുപേരോടുമുള്ള സകല ആദരവുകളും കടപ്പാടും നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും പൊതുവായി മുന്നിൽ നിർത്താൻ കഴിയുന്നത് അഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന മുഹീദ്ദീൻ ഷെയ്ഖിനെ ആണ് എങ്കിൽ കുറച്ചുകൂടി ഈ രണ്ട് പാർട്ടികളുടെയും മുന്നോട്ടുള്ള ഗമനത്തിന് വേഗം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം അവരുടെ ഊർജ സ്രോതസ്സായി കാണുന്നത് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നവരെയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ അപദാനങ്ങൾ വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുഹിയുദ്ദീൻ മാല അത് ശിർക്കാണ്, ബഹുദൈവത്വപരമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം മേൽക്കൈ നേടിയതുകൊണ്ടാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും അതുപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയുന്ന മുഹിയുദ്ദീൻ മാല ഉൾപ്പെടെയുള്ള സാഹിത്യങ്ങളും നമ്മുടെ പല ബുദ്ധിജീവികൾക്കും അന്യം നിന്നു പോയത്. ഇവിടെ ഒരു പൊളിച്ചെഴുത്ത്, ഒരു പുനർവിചിന്തനം ആവശ്യമുണ്ട് എന്നാണ് പറയാനുള്ളത്. മുഹിയുദ്ദീൻ മാലയെ ഇപ്പോൾ വായിക്കപ്പെട്ടിട്ടുള്ളത് വിശ്വാസപരമായിട്ടാണ്, അനുഷ്ഠാനപരമായിട്ടാണ്. ആ സമീപനം മാറ്റി മുഹിയുദ്ദീൻ മാലയെ ദാർശനികമായി വായിക്കുന്ന, ആശയവായന നടത്തുന്ന ഒരു സമീപനത്തിലേക്ക് മാറിയാൽ, അങ്ങനെ മുഹിയുദ്ദീൻ മാലയെ വ്യാഖ്യാനിച്ചാൽ മുഹിയുദ്ദീൻ മാല മുന്നോട്ട് വയ്ക്കുന്നത് വളരെ വലിയ ഒരു വിപ്ലവ ദർശനമാണ്. അത് മുഴക്കുന്നത് മാറ്റത്തിൻ്റെ വലിയ ഒരു പടഹധ്വനിയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. സർവോപരി മുഹിയുദ്ദീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ദീനിനെ ജീവിപ്പിക്കുന്നവൻ എന്നുള്ളതാണ്. അതുപോലെ അതായത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അവരുടെ ത്വരിതഗതിയിലുള്ള മുന്നേറ്റത്തിനും സഹായകമായ മൂല്യങ്ങളും വ്യവസ്ഥകളും സിദ്ധാന്തങ്ങളും എന്തെല്ലാമുണ്ടോ അതിനെ ജീവിപ്പിക്കുന്നവൻ, അതിന് ജീവൻ കൊടുക്കുന്നവൻ, അവയെ സജീവമാക്കുന്നവൻ, അവയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ എന്നാണ് മുഹിയുദ്ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമാണ്, അതൊരാശയ സമുച്ചയമാണ്, അതൊരു വീക്ഷണമാണ്, അതൊരു സമീപനമാണ്. ചത്താചാകത്തീനെ ജീവനിടിച്ചോവർ ചാകും കാലീശത്തെ നന്നാക്കി വിട്ടോവർ. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെയും മുഹിയുദ്ദീൻ മാലയുടെയും വിമർശകരെ വല്ലാതെ അമ്പരപ്പിക്കുന്ന, വിറളി പിടിപ്പിക്കുന്ന ഒരു വരിയാണല്ലോ ഇത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് ചത്ത ചവത്തിനെ രണ്ടാമത് പുനർജീവിപ്പിച്ചെന്നോ, നഊദു ബില്ലാഹ്, അത് അള്ളാഹുവിന് മാത്രം കഴിയുന്നതാണ് എന്ന് പറഞ്ഞാണ് ഇടിങ്ങേറാവണം. അവിടെ ചത്ത ചകം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ മനസാക്ഷി മരവിച്ച് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത വണ്ണം അവർ സാൻമാർഗിക മൂല്യങ്ങളുടെ കാര്യത്തിൽ, ധാർമ്മിക മൂല്യങ്ങളുടെ കാര്യത്തിൽ അവർ മൃതപ്രായരായി, മയ്യത്തുകളായി, ശവങ്ങളായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് സജീവത പ്രദാനം ചെയ്ത നവോത്ഥാന നായകനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് മാത്രമാണ് ആ പറഞ്ഞത്. അതല്ലാണ്ട് നിങ്ങൾ വിരളി പിടിക്കാൻ മാത്രം തൗഹീദ് വിരുദ്ധതയോ അല്ലെങ്കിൽ ശിർക്കോ അതിലില്ല. അത് തന്നെയാണ് കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂക്കി പാറപ്പിച്ച് വിട്ടോവാർ എന്ന് പറഞ്ഞാൽ
അക്രമത്തിൻ്റെയും അനീതിയുടെയും നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് ജീവിക്കാനാകാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമൂഹത്തെ വളരെ ഊർജ്ജസ്വലരാക്കി അവരെ വിഹായസോളം വളർത്തി അവരെ കൂകിപ്പറക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ പരിവർത്തിപ്പിക്കാൻ മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വിരോധമുണ്ടോ? അതുപോലെ യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമാണ്. അല്ലയോ സഹായിക്കുന്നവനെ, ദീനിനെ ജീവിപ്പിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സമൂഹം ആധാരമാക്കേണ്ട മൂല്യങ്ങളെ മുഴുവൻ കുഴിച്ചുമൂടി ഇവിടെ കരാളമായ സ്വേച്ഛാധിപത്യത്തിൻ്റെ, ഏകാധിപത്യത്തിൻ്റെ, ജനാധിപത്യ വിരുദ്ധതയുടെ, മാനവിക വിരുദ്ധതയുടെ ഒരു വ്യവസ്ഥിതി മുച്ചൂടും കെട്ടിപ്പടുത്ത ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരായി സഹായിക്കാൻ കഴിയുന്ന ആളെ, അല്ലെങ്കിൽ അത്തരമൊരു പ്രതീകമേ, അത്തരമൊരു സ്രോതസ്സേ എന്നുള്ള അർത്ഥത്തിലാണ് യാ മുഹീദ്ദീൻ എന്ന് വിളിക്കുന്നത്. യാ ഹുസൈൻ എന്നുള്ള വിളിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി, സാമൂഹികമായി, ദാർശനികമായി, ആശയപരമായി പുനർവ്യാഖ്യാനിക്കുകയും പുനർവായിക്കുകയും ചെയ്താൽ മുഹീദ്ദീൻ മാലയെ ഒരു അനുഷ്ഠാന ഒരു അനുഷ്ഠാന ആലാപന കാവ്യമായി, ഒരു ഭക്തി കാവ്യം മാത്രമായി അതിനെ കൊണ്ടു നടക്കുന്ന യാഥാസ്ഥിതിക സമീപനത്തിനും അത് ശിർക്കായി കണക്കാക്കി അതിനെ എതിർക്കാൻ വേണ്ടി ജീവൻ ഒഴിഞ്ഞു വച്ച ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയുന്നവരുടെ വളരെ പിന്തിരിപ്പനായ നിലപാടിനും ഒക്കെ മൗലികമായ മാറ്റം വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണ്. അങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖിനെ തങ്ങളുടെ നായകനായും മുഹീദ്ദീൻ മാലയെ തന്നെ പ്രത്യയശാസ്ത്ര അടിത്തറയായിട്ടും ഉള്ള ഒരു കുതിപ്പിന് ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം തയ്യാറാണെങ്കിൽ ഈ നാട്ടിലെ 99% വരുന്ന സുന്നികൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലാണല്ലോ. ഏതാണ്ട് ഇവിടുത്തെ ജനാധിപത്യ ചേരിയോടൊപ്പമാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയും ഉള്ളത്. നിങ്ങൾക്കെന്ത്? ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാലോ. അവർക്ക് അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ അങ്ങനെ തീവ്രതയില്ല. വിശ്വാസപരമായ മുസ്ലിം സമുദായത്തിലെ ആഭ്യന്തര വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ്. അങ്ങനെയാണ് എങ്കിൽ 40 വട്ടം ജനാബത്തുണ്ടായോരെ 40 വട്ടം ഓരൂരാകുളിച്ചോവർ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയണതാണ്. ഇതിനെ വളരെ സഭ്യേതരമായ അർത്ഥത്തിലാണ് മുഹീദ്ദീൻ മാലയുടെ വാഹകർ എന്ന് അവകാശപ്പെടുന്നവരും അതിനെ വിമർശിച്ച് തൗഹീദ് അങ്ങോട്ട് പൊലിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സലഫികളും ഒക്കെ അതിനെ ചിത്രീകരിക്കുന്ന ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ 40 വട്ടം ജനാബത്ത് മുഹീദ്ദീൻ ഷെയ്ഖിനുണ്ടായി. എന്താ ജനാബത്തിൻ്റെ അർത്ഥം? നിങ്ങൾ രണ്ട് കൂട്ടർക്കും അതറിയില്ല. തജന്നബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനബ എന്ന സുലാസി മുജറദിൽ നിന്നാണ് അതുണ്ടാവണത്, തജന്നബ ഉണ്ടാവണത്. ജനബയുടെ മസ്ദറാണ് ജനാബത്ത്. ഇനി അതല്ല, അതൊരു വെറും ഇസ്മാണ് എന്ന് വെച്ചാലും ജനാബത്ത് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണം എന്നാണ് അതിൻ്റെ അർത്ഥം. തജന്നബ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ വിചാരിച്ചേക്കണത് ഈ ഫിഖ്ഹിലെ ത്വഹാറത്തിൻ്റെ ബാബിൽ പറയുന്ന കുളി നിർബന്ധമാവുന്ന കാര്യമാണെന്നാണിത്. മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി അങ്ങനെയൊക്കെ പറയാൻ നഊദു ബില്ലാ. നാണമില്ലേ സലഫികളെ? നാണമില്ലേ മുഹീദ്ദീൻ മാലയുടെ സംരക്ഷകരും പ്രയോക്താക്കളും എന്ന അവകാശപ്പെടുന്ന ആളുകളെ? നിങ്ങൾക്ക് നാണമില്ലേ? മുഹീദ്ദീൻ ഷെയ്ഖ് 40 വട്ടം 40 പ്രാവശ്യം നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ വൈതാളിക ശക്തികളാൽ 40 പ്രാവശ്യം ബഹിഷ്കരിക്കപ്പെട്ട മുത്തജന്നബായ, ബഹിഷ്കൃതനായ, തിരസ്കൃതനായ ആളാണ് മുഹീദ്ദീൻ ഷെയ്ഖ്. അങ്ങനെ 40 വട്ടം അദ്ദേഹം കുളിച്ചു എന്ന് പറഞ്ഞാൽ ആ ബഹിഷ്കൃതനായ അനീതിയുടെ എല്ലാ കൂരിരുട്ടുകളിലും നീതിക്ക് വേണ്ടി, അനീതിയുടെ അക്രമത്തിൻ്റെ ശക്തികളോട് പോരാടിക്കൊണ്ട് അദ്ദേഹം അവിടെ നീതിയുടെ വെളിച്ചമുണ്ടാക്കി എന്നാണ് ആ പറയുന്നത്.
പറക്കും വലിയേ പാടിക്കൽ തളച്ചോവർ പറന്നിട്ട് ചെന്നാരെ തൗബ ചെയ്യിച്ചോവർ എന്ന് പറഞ്ഞാൽ വലിയ എന്ന് പറഞ്ഞാൽ ഇവിടെ അധികാരികളെന്ന പറക്കണ വലിയമാർ എന്ന് പറഞ്ഞാൽ പറക്കും സ്വാമി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് അവർ പറന്ന് നടപ്പാണ് ലോകം മുഴുവൻ അധികാരം അവരുടെ കൊള്ള നടത്താൻ സാമ്രാജ്യത്വ വ്യാപനത്തിന് വേണ്ടി. അങ്ങനെയുള്ള എല്ലാവരും തൻ്റെ പടിക്കൽ കൊണ്ടെന്ന് അദ്ദേഹം തളച്ചു എന്ന് പറഞ്ഞാൽ ആ വിപ്ലവകാരിക്ക് അവരെ എല്ലാം തളയ്ക്കാനും കീഴ്പ്പെടുത്താനും ഒതുക്കാനും തൻ്റെ സമരത്തിലൂടെ പോരാട്ടത്തിലൂടെ കഴിഞ്ഞു എന്നാണ് ആ പറയുന്നത്. അതാണ് അദ്ദേഹം മറ്റൊരിടത്ത് ഖാദി മുഹമ്മദ് പറയണത്, മേലെ നടന്നോരെ താത്തിച്ച് വെച്ചോവർ മേലാൽ വാരുന്നേ വീശേളം പറഞ്ഞോവർ. മേലെ നടന്നോരെ താത്തിച്ചു വെച്ചോവർ, അതായത് ഈ സമൂഹത്തെ അല്ലദീന ഇസ്തക്ബറു അലന്നാസ് അല്ലദീന ഇസ്തഅലൗ അല ഇബാദില്ല. മനസ്സിലായോ? അതായത് അള്ളാഹുവിൻ്റെ ദൈവദാസന്മാരുടെ മേൽ ഔന്നത്യം നടിച്ചുകൊണ്ട് ഔദ്ധത്യം നടിച്ചുകൊണ്ട് മേൽക്കോയ്മ പുലർത്തിക്കൊണ്ട് കഴിഞ്ഞിരുന്ന മുഴുവൻ വരേണ്യവർഗത്തെയും താഴത്തേക്കിറക്കി നിലത്ത് നിൽക്കടവുള്ള വലാ തംശിഫിൽ അർളി മറഹ, അഹങ്കാരത്തോടെ ഭൂമിയിലൂടെ നടക്കല്ലേ എന്ന് പറഞ്ഞ് അവരെ നിലത്തൂടെ നടത്തി ഇവിടെ സമത്വവും സാഹോദര്യവും ഉണ്ടാക്കി എന്നാണ് ആ പറയണത്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുലഇഫു ഫിൽ അർളി വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുമുൽ വാരിസീൻ. വനുരീദു, നാം ഉദ്ദേശിക്കുന്നു, അൻ നമുന്ന അലല്ലദീന സ്തുലഇഫു ഫിൽ അർളി, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് അനുഗ്രഹം ചെയ്യണമെന്ന്. വനജഅലഹും അഇമ്മത്തൻ, അവരെ ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമാക്കണമെന്ന്. വനജഅലഹുമുൽ വാരിസീൻ, ഈ ഭൂമിയുടെ അവകാശികൾ അവരെ തന്നെ ആക്കണമെന്ന്. ഇതായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ദൗത്യം. ഈ ദൗത്യം നിർവഹിച്ച മുഹീദ്ദീൻ ഷെയ്ഖ് നാനാ മേഖലകളിലും പുരോഗതിയും ക്ഷേമവും വികസനവും ഉണ്ടാക്കി. അറിവും നീലയും ആദേതും ഇല്ലാതോർക്ക് അറിവും നീലയും നീറയെ കൊടുത്തോവർ. അറിവും നിലയും അതേതും ഇല്ലാത്തവർക്ക്, വിദ്യാഭ്യാസവും സ്ഥാനമാനങ്ങളും ഇല്ലാത്ത ആളുകൾക്ക് അറിവും അധികാരവും നേടിക്കൊടുത്ത് ഈ ലോകത്ത് വിമോചനം സാക്ഷാത്കരിച്ച മഹാനായ വിപ്ലവകാരിയായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖ്. ആ മുഹീദ്ദീൻ ഷെയ്ഖിനെ വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. ലോകത്തെവിടെ ആളുകൾ അക്രമത്തിനോ അനീതിക്കോ വിവേചനത്തിനോ ഉച്ചനീചത്വങ്ങൾക്കോ വിധേയമായിട്ടുണ്ടോ അവിടെ നിന്ന് ആളുകൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ആ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന വിപ്ലവകാരി അവിടെ എത്തി അവർക്ക് വിമോചനം സാക്ഷാത്കരിച്ചു കൊടുക്കും. ഇന്ന് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വിയോഗാനന്തരവും മുഹീദ്ദീൻ ഷെയ്ഖ് ഉയർത്തിവിട്ട ആ വിപ്ലവത്തിൻ്റെ തീജ്വാലകൾ അത് അനശ്വരമായി ഇവിടെ തുടരുകയാണ്. അതുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീകമാണ്. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കുറിച്ചുള്ള അപദാനങ്ങളെ ഇങ്ങനെ നമ്മൾ സിംബോളിക്കായിട്ട് മെറ്റഫോറിക്കായിട്ട് വായിക്കാനും നമ്മുടെ സമകാലിക സാമൂഹിക ജീവിതത്തിലേക്ക് അതിനെ സന്നിവേശിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമുക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ വിവരണാതീതമാണ്. ഈ നിലയിലുള്ള ഒരു സുന്നി വിമോചന ദൈവശാസ്ത്രം താത്വിക അടിത്തറയാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അല്ലയോ ജമാഅത്തെ ഇസ്ലാമി, അല്ലയോ മുസ്ലിം ലീഗ്, നിങ്ങൾ 10 കൊല്ലം ഇപ്പോൾ അധികാരത്തിൽ നിന്ന് മാറിയിരിക്കേണ്ടി വന്നില്ലേ? ഇനി നിങ്ങൾക്ക് അധികാരത്തിൽ നിന്ന് ഒരിക്കലും താഴെ ഇറങ്ങേണ്ടി വരില്ല. കസേര നിങ്ങളുടേതായിരിക്കും. മനസ്സിലായില്ലേ? വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുലൈഫു ഫിൽ അർളി വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുമുൽ വാരിസീൻ. ഈ ഭൂമി നിങ്ങളുടേതാണ്. ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ രോദനങ്ങൾക്ക്, അവരുടെ തേങ്ങലുകൾക്ക് സമാധാനമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള മാർഗദീപമായി മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ഷെയ്ഖും ഈ മുഹീദ്ദീൻ മാലയും പരിലസിക്കട്ടെ എന്ന് മാത്രമാണ് വിനയപൂർവ്വം നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്.
ഇത് പരിഗണിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ജനതയ്ക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ.